മോഹമോ വളരുന്നുവോ നിന്നോളം ഉലകിലൊരു വഴിനി അഴകു തികയുമതിനില്ലല്ലോ മറ്റാരും വരണുമൊഴിരിനി കുളിരു പകരുമതിനോ നറുമൊഴി അരലുകൾ കരളിലെ കുരുവികൾ കുറുകുവതനുപമമാ. ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. അപ്പോൾ ഒരു 2-3 ദിവസത്തിന് മുന്നേ ഞാൻ മെഹന്തിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പനിയായി പോയത് കാരണമാണ് കേട്ടോ ബാക്കി വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. ഇത് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വോയിസ് ഓവർ ചെയ്യാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ സൗണ്ട് ശരിയല്ലായിരുന്നു. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് റിസപ്ഷൻ്റെ അന്നത്തെ വീഡിയോ ആണ്. മെയിനായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിന്, അതും നമ്മുടെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പം നമ്മൾ ആ ഒരു എൻജോയിങ് ദ പ്രസൻ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന കാര്യമേ വിട്ടുപോകും. എന്നാലും ഞാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവനിങ് 3 മണിക്കൊക്കെ പോകണം എന്നായിരുന്നു വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അത് നമ്മുടെ ഗേൾസിന് ഒരിക്കലും നടക്കാത്തൊരു കാര്യം കൂടെയാണ് നേരത്തെ ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ളത്. എത്ര നേരത്തെ പോകാമെന്ന് വിചാരിച്ചാലും റെഡിയായി വരുമ്പോഴത്തേക്കും കറക്റ്റ് സമയമാകും, അല്ലെങ്കിൽ ലേറ്റ് ആകും കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ അത്യാവശ്യം കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്, എന്നാൽ ഒരുപാട് നേരത്തെ എത്തിയിട്ടുമില്ല. അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ കുറേ എൻ്റെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവരെയൊക്കെ മീറ്റാക്കി. അത് കഴിഞ്ഞ് കല്യാണത്തിനൊന്നും കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കാറ്റൻ പൂങ്കവിൽ തഴുകും പ്രിയമാം സന്ദേശവുമായും ഒരു ചെപ്പിൽ നിന്റെ മാനസം നിറയെ. അങ്ങനെ ഞങ്ങളുടെ ബ്രൈഡിനെ കണ്ട് നല്ല സുന്ദരിയായിട്ട് അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫാമിലി മെമ്പേഴ്സ്, പിന്നെ അല്ലാണ്ട് കുറേ പേര് പിക്ചേഴ്സ് എടുക്കാനൊക്കെ വരുമല്ലോ. അങ്ങനെ പിന്നെ അവൾ കുറച്ച് ഒക്കുപ്പൈഡായി. പിന്നെ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മെഹന്തി, പിന്നെ അല്ലാണ്ട് മധുരം കൊടുപ്പ്, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ അവിടെ നിന്നിട്ട് കുറേ പിക്ചേഴ്സ് എടുത്തു, വീഡിയോസ് എടുത്തു. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുന്നെയാണ് പിന്നെ വേറെ 2-3 ഫ്രണ്ട്സ് കൂടെയൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മെഹന്തി ഇടലും പിന്നെ മധുരം കൊടുപ്പും അങ്ങനത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഓൾ ഓവർ കാണാനായിട്ട് നല്ലൊരു പരിപാടിയായിരുന്നു. ഓവിന്റെ മാറിലെ മധുവാർന്നൊരു നറുതേൻ തുള്ളി പോൽ ആർദ്രമാം നെഞ്ചിലെ പ്രിയമാർന്നൊരാ. അങ്ങനെ അവിടെ മെഹന്തി ഇടലും മധുരം കൊടുപ്പും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ അവിടെ ക്യാമറ ചേട്ടന്മാർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് പോയിട്ടോ. ഞാൻ പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് എവിടെ മുടി കെട്ടിപ്പോയാലും കുറച്ച് കഴിയുമ്പോൾ മുടി അഴിച്ചിടും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ ഫീലാവും മുടിയുടെ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ചേരുന്നില്ല എന്ന്. ഇതുവരെ ഞാൻ എനിക്ക് ചേരുന്ന ഒരു ഹെയർ സ്റ്റൈൽ കണ്ടുപിടിച്ചിട്ടില്ല. സോ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി അഴിച്ചിടുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസൊക്കെ അത്യാവശ്യം എടുത്ത് തളർന്ന് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്കും ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞങ്ങൾ ബാക്കിയുള്ള ഫ്രണ്ട്സും വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഇപ്പോൾ 4 പേരേ ഉള്ളൂ, പക്ഷേ ഇത് അല്ലാണ്ട് ഒരു 3-4 പേരും കൂടെ ഉണ്ട് കേട്ടോ. മൊത്തത്തിലൊരു 8 പേര് അടുപ്പിച്ചുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്ത് നമുക്ക് പോയിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം അവളുടെ കൂടെ നിന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആമിനെ ഞങ്ങളിവിടെ പഠിച്ചതാണ്. അപ്പം അതും കൂടെ മെൻഷൻ ചെയ്യണം, ഇതൊക്കെ എൻ്റെ 8th തൊട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. ഷഫ്നെ ആയാലും എൻ്റെ 8th തൊട്ടുള്ള ഫ്രണ്ട്സാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വന്നിട്ട് പൊറോട്ട, അപ്പം, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, പിന്നെന്താ സ്വീറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ കാര്യമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, കഥയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാനൊരു 100 തവണ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കറി എടുക്കുന്നത്. കാരണം ബീഫാണോ മട്ടനാണോ നമുക്കത് കൺഫ്യൂഷൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഈ കാണുന്ന സാധനം ചിക്കൻ ഫ്രൈ ആണെന്ന് വെച്ചിട്ട് ഞാൻ ഈ കാണുന്നത്ര എടുത്തിട്ട് വലിയ കാര്യത്തിൽ കഴിച്ചു. പിന്നീടാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഇത് ബീഫാണ് എന്നുള്ള കാര്യം കേട്ടോ. കാരണം ഞാൻ ബീഫ് കഴിക്കത്തില്ല. എനിക്ക് ബീഫ് പേഴ്സണലി അലർജി ഉള്ളൊരു സാധനമാണ്. ഞാൻ എപ്പോൾ ബീഫ് കഴിച്ചാലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും ബുദ്ധിമുട്ടുകളും വരാറുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ബീഫ് കഴിച്ചത് ഒരു 7-8 ഇയേഴ്സ് മുന്നേ ആണ്, ഒരു ചെറുതായിരിക്കുമ്പോഴാണ് കേട്ടോ. കാരണം അതിനുശേഷം ഞാൻ പിന്നെ കഴിച്ചിട്ടേ ഇല്ല. ഞാൻ വലിയ കാര്യത്തിൽ ബീഫൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്തത് അത് ബീഫല്ല, ചിക്കൻ അല്ല, ബീഫാണെന്നുള്ള കാര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ആയതുകൊണ്ട് തന്നെ വലിയൊരു ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും എനിക്ക് കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷേ എന്നാലും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാൽ കഴിച്ച് ശീലമുള്ള ആൾക്കാർക്ക് പോലും മനസ്സിലായില്ല അത് ബീഫാണെന്നുള്ള കാര്യം. പിന്നെ അവിടെ സെർവ് ചെയ്യാൻ വന്ന ചേട്ടനോട് ചോദിച്ചപ്പോഴാണ്
അത് ബീഫാണ് എന്ന് റിയലൈസ് ചെയ്തത്. അങ്ങനെ ഇത് റിയലൈസ് ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഫേസാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് ഇത്തവണ ഒന്നും പറ്റിയില്ല കേട്ടോ. മേ ബി ഞാൻ വലുതായതിനു ശേഷം ഞാൻ കഴിച്ചിട്ടുമില്ലായിരുന്നു, അതുകൊണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം തിരിച്ചു പോകാനായിട്ട് റെഡി ആയിട്ട് അങ്ങനെ തിരിച്ച് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് സഫാനിക്കും ആര്യയ്ക്കൊക്കെ അവർക്ക് നമ്മുടെ ഒരു സ്റ്റോറിൽ കയറി കുറച്ച് സാധനം മേടിക്കണമെന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഗണേഷ് സ്റ്റോറിലോട്ടാണ് പോയത്. എല്ലാ ബ്യൂട്ടി റിലേറ്റഡ് സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ്. ട്രിവാൻഡ്രത്തുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് വന്നിട്ട് ലെൻസ് മേടിക്കണമായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ മേടിക്കണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മേടിച്ചില്ല, കാരണം ഇതുവരെ ലെൻസ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കത് സ്യൂട്ടാവോ എന്തിനാ വെറുതെ. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ ഞാൻ യൂഷ്വലി എന്താ പറയുക, മേക്കപ്പ് ആയാലും ഒന്ന് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസം എല്ലാം കൂടെ എടുത്ത് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല. കാരണം അതെനിക്ക് ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ഫംഗ്ഷൻ വരുമ്പോഴും ചെയ്യാറുള്ളൂ. നോർമൽ മേക്കപ്പ് തന്നെയാണ്. അങ്ങനെ പിന്നെ ലെൻസ് വെക്കാന്നുള്ള പ്ലാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ജ്യൂസ് ഷോപ്പിൽ കയറി ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചു. കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. കല്യാണ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കേട്ടോ. നാളെയാണ് കല്യാണം. അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.